ഹലോ അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ഒരു അറേബ്യൻ കപ്സൊക്കെ ഉണ്ടാക്കാൻ പോണ്. ഇതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എണ്ണയിലേക്ക് ഇതാ വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ഒരു ബ്രൗൺ കളറാകുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കും കേട്ടോ. അതേപോലെ ഇതാ ഉള്ളി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കന് വലിയ വലിയ കഷ്ണമാണ്, മീഡിയം സൈസ് കഷ്ണമാണ് കേട്ടോ. ഒരു 1.5 കിലോ അരിക്ക് 2 കിലോ ചിക്കനാണ് എടുക്കുന്നത് കേട്ടോ. നല്ല ഇളക്കി കൊടുക്കുക, നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കേട്ടോ. പൊടിയുള്ളവർ പൊടി ഉപയോഗിക്കുക, നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി അതും നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതേപോലെ നല്ലവണ്ണം ഇളക്കി എല്ലാം യോജിപ്പിക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മളിതാ പട്ട, ഗ്രാമ്പ്, തക്കോലം, ഏലക്ക അതൊക്കെ ഇട്ടെടുക്കുക കേട്ടോ. പൊടിയല്ല, പൊടി വേണ്ടവർക്ക് പൊടി ഉപയോഗിക്കാം. നമ്മുടെ പൊടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ റെഡിമെയ്ഡ് ഇട്ട് അങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇതാ ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. പട്ടയും ഗ്രാമ്പിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, നിങ്ങൾ നിർബന്ധമായിട്ട് ഇടണം കേട്ടോ. മിസ്സായി പോയതാണ്. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 2 മാഗി ക്യൂബ്, 4 ടീസ്പൂണ് കപ്സ മസാല ഇട്ട് കേട്ടോ. 1.5 കിലോ അരിക്കട്ടോ ഞാൻ ഇതിട്ടുള്ളത്. 2 ക്യൂബും 4 ടീസ്പൂണ് കപ്സ മസാലയും പിന്നെ കുരുമുളകിൻ്റെ പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. മസാല എല്ലാ ഭാഗത്തും എത്തണ വിധത്തിൽ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി 1 സ്പൂണ്, മുളകും പൊടി 1 സ്പൂൺ കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി മുളകും പൊടി 1 സ്പൂണ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക. മുളക് മല്ലിയെല്ലാം ഭാഗത്തും തട്ടുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ക്യാപ്സിക്കം ഇടുക. ക്യാപ്സിക്കം ഇട്ടിട്ടും നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചെടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം എല്ലാ ഭാഗത്തും തട്ടുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 2-3 സ്പൂണ് ഒഴിച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. സോസ് എല്ലാ ഭാഗവും തട്ടുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഇനിയും ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ചെടുക്കുക കേട്ടോ. ചെറിയ തക്കാളി ആണെങ്കിൽ 5 എണ്ണം, വലിയ തക്കാളി ആണെങ്കിൽ 3 എണ്ണം. ഇനി നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും തട്ടുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് വെള്ളം പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 കിലോയുടെ വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിന് ശേഷം ഉപ്പിടണം നമ്മൾ കേട്ടോ. ഞാൻ ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടില്ല. ഇറച്ചിക്കും ചോറിനുള്ള ഉപ്പ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 2 വെളുത്തുള്ളി ഇട്ടെടുക്കുന്നുണ്ട്. ഫ്ലേവറിന് കേട്ടോ, ഓപ്ഷനിൽ കേട്ടോ, ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. അപ്പോൾ അതാ വെള്ളം തിളച്ച് തന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അരി ഇട്ടെടുക്കണം കേട്ടോ. എന്താ എല്ലാ അരി ഇട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ദമ്മിടാറായിട്ടുണ്ട്. ഇനി ദമ്മിട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ ദമ്മായിട്ടുണ്ട് കേട്ടോ. എന്താ ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.